യേശു ക്രിസ്തുവിന്റെ അവസാന നാളുകളിലെ കുരിശുമരണത്തിലേക്കും പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിലേക്കും നയിച്ച സംഭവങ്ങൾ ഓരോന്നായി കോർത്തിണക്കിയിരിക്കുകയാണ് ഒരു ഗവേഷകൻ. ബൈബിൾ വചനങ്ങളിലും പുരാവസ്തു പര്യവേഷണങ്ങളിലൂടെ ലഭിച്ച തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭൂപടത്തിൽ യേശുവിന്റെ കുരിശിലേക്കുള്ള യാത്രയ്ക്ക് മുൻപുള്ള ഒരാഴ്ചക്കാലത്തെ സംഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തു എന്നും പ്രബോധനം നടത്താറുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ജെറുസലേമിലെ ടെമ്പിൾ മൗണ്ടിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്. പള്ളിയിൽ നിന്നും കച്ചവടക്കാരെയും പലിശക്കാരെയും തന്റെ മരണത്തിന് 7 ദിവസം മുൻപ് യേശുക്രിസ്തു അടിച്ചോടിച്ചു എന്ന മാത്യുവിന്റെ പുസ്തകം 21:12-17 പറയുന്നതും ടെമ്പിൾ മൗണ്ടിനെ ഉദ്ദേശിച്ചാണ്. ബൈബിൾ അനുസരിച്ച് ഇത് സംഭവിച്ചത് കുരിശേറ്റത്തിന് മുൻപായി യേശു അവസാനമായി ജെറുസലേമിൽ പ്രവേശിച്ച സമയത്താണ്. ഈ ഒരു കാര്യം ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ്. സ്വയം ബലിയാടാകുന്നതിന് മുൻപായി പിതാവായ ദൈവത്തിന്റെ ആലയം അക്ഷരാർത്ഥത്തിൽ വിശുദ്ധമാക്കുകയായിരുന്നു യേശു ക്രിസ്തു ചെയ്തത് എന്ന് ഗവേഷകൻ പറയുന്നു. ജെറുസലേം പുരാതന നഗരത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മൗണ്ട് സിയോണിലുള്ള അവസാനത്തെ അത്താഴം നടന്ന സ്ഥലത്തേക്കുള്ള യാത്രയും ഈ ആശയഭൂപടത്തിൽ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ യേശുവിന്റെ അറസ്റ്റും. ബത്ലഹേമിന് വടക്ക് ഭാഗത്തുള്ള ഒരിടത്ത് വെച്ച് നടന്ന വിചാരണയും ഇതിലുണ്ട്. യേശുവിനെ ക്രൂശിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നിടത്തെ വിശുദ്ധ പള്ളിയും അടക്കം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗാർഡൻ ടോംബുമാണ് ഇതിൽ അവസാനം എത്തുന്നത്. പുതിയ നിയമത്തിലെ മത്തായി, ലൂക്ക, മാർക്ക്, ജോൺ എന്നിവരുടെ സുവിശേഷങ്ങളിൽ നിന്നാണ് ഈ ഭൂപട സൃഷ്ടിക്കായി പ്രധാനമായും വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ പലയിടങ്ങളിൽ നിന്നും പുരാവസ്തു പര്യവേഷണത്തിലൂടെ ലഭിച്ച തെളിവുകളും ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഭൂപടത്തിൽ ആദ്യ സ്ഥാനമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് ജെറുസലേം പുരാതന നഗരത്തിലെ ടെമ്പിൾ മൗണ്ട് ആണ്. യഹൂദ മതത്തിലും ഇസ്ലാം മതത്തിലും ഒരുപോലെ വിശുദ്ധമായി കണക്കാക്കപ്പെടുന്നതാണ് ഈ പള്ളി. ഈ പള്ളിയിലായിരുന്നു യേശുക്രിസ്തു ദിവസേന പ്രബോധനങ്ങൾ നടത്താറുണ്ടായിരുന്നത് എന്നാണ് ഭൂപടം രൂപീകരിച്ച തിയോളജിസ്റ്റും ഗ്രന്ഥകാരനുമായ ജോൺ വാൽഷ് പറയുന്നത്. ഇവിടേക്ക് കടന്നു വന്ന യേശുക്രിസ്തു പള്ളിക്കകത്ത് വൻ പലിശക്ക് പണം കടം നൽകുന്നതും ചൂതാട്ടം നടത്തുന്നതുമൊക്കെ കണ്ട് ക്രുദ്ധനായി അവരുടെ മേശകളെല്ലാം തട്ടിക്കളയുകയും അവരെ പുറത്തേക്ക് ഓടിക്കുകയും ചെയ്തതായിട്ടാണ് ബൈബിളിൽ പറയുന്നത്. അതേ ആഴ്ചയിൽ തന്നെയായിരുന്നു പുരാതന നഗരത്തിന്റെ തെക്ക് ഭാഗത്തുള്ള മൗണ്ട് സിയോണിൽ അവസാനത്തെ അത്താഴം നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നത്. പള്ളിയിൽ നിന്നും ഏകദേശം 1 മൈൽ ദൂരെയാണ് ഈ സ്ഥലം. ക്രിസ്തുവും അനുയായികളും അവിടെ എത്താൻ 20 മിനിറ്റ് സമയമെടുത്ത് കാണുമെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഗാർഡൻ ഓഫ് ഗെത്സ്മാൻ എന്ന ഇടമാണ്. ഇവിടെ വച്ചാണ് യൂദാസ് ക്രിസ്തുവിനെ ചതിച്ചതെന്നും യേശു അറസ്റ്റിലായതെന്നും വിശ്വസിക്കുന്നു. അവിടെ നിന്നും 40 മിനിറ്റ് നേരത്തെ നടത്തമാണ്. പിന്നീട് യേശുവിനെ കൊണ്ടുപോയ കൈഫാസിന്റെ വീട്ടിലെത്താൻ. അവിടെ വെച്ചായിരുന്നു യേശുവിന് മേൽ ദൈവനിന്ദാ കുറ്റം ചുമത്തപ്പെട്ടത്. പിന്നീട് വെസ്റ്റേൺ സിറ്റി വാളിനോട് ചേർന്ന് നിന്നിരുന്ന ഹെരോദിന്റെ കൊട്ടാരത്തിലേക്കാണ് എത്തിക്കുന്നത്. ഏകദേശം 30 മിനിറ്റാണ് ഇവിടേക്ക് എടുക്കുക. ബൈബിൾ പറയുന്നതനുസരിച്ച് വലിയ മരക്കുരിശും ചുമന്ന് യേശുവിന് ഏകദേശം 2650 അടി ദൂരെയുണ്ടായിരുന്ന കാൽവരിയിലേക്ക് നടക്കേണ്ടതായി വന്നു. എത്ര നേരം യേശുവിന് നടക്കേണ്ടി വന്നു എന്ന് ബൈബിളിൽ പരാമർശിക്കുന്നില്ലെങ്കിലും ദൈവശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് ചുരുങ്ങിയത് 3 മണിക്കൂറെങ്കിലും എടുത്തു കാണും എന്നാണ്.